ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം, ക്രിസ്മസ് എക്സാം, ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണ് ബേസിക് സയൻസ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൂന്നിൻ്റെ ആൻസർ കീ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം ഫിസിക്സ് പോർഷൻ്റെ ആൻസർ കീ ആണ് പറയുക, അതിനുശേഷം കെമിസ്ട്രി, ദെൻ ബയോളജി. അപ്പോൾ മൂന്നും ഇതിൽ തന്നെ ഉണ്ട്, നിങ്ങളത് കണ്ടില്ല എന്ന് പറയരുത്. ഇതിൽ തന്നെ ഉണ്ട് ഫിസിക്സിൻ്റെ, കെമിസ്ട്രിയുടെ, ബയോളജിയുടെ. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ഫിസിക്സ് ആണ് കേട്ടോ പറയുന്നത്. ഫിസിക്സ് സെക്ഷൻ എ. വൈ ഡസ് എ ഡൈവർ at the bottom of a lake experience more pressure than that at the surface? Answer option C. The fluid pressure increases with depth. 2. Statement. An electroscope is a device for detecting the presence of electric charge in objects. Reason. The leaves of a charged electroscope come closer after a long time. Option B ആണ് ഉത്തരം. The statement and the reason are true, but the reason does not explain the statement. ഇനി സെക്ഷൻ ബി, തേർഡ് ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ദി യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ടൈം ഡ്യൂറേഷൻ ഓഫ് എ ഡേ ഇൻ ഫണ്ടമെന്റൽ യൂണിറ്റ്. ബി. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. അപ്പോൾ ആൻസർ നോക്കാം. നമുക്ക് ആൻസർ ഒരുമിച്ച് പറയാം. 3, 4, 5 ഒരുമിച്ചാണ് പറയുന്നത്. അപ്പം നാലാമത് നമുക്ക് മാഗ്നറ്റ്സ് തന്നിട്ടുണ്ട്. ഇൻ വിച്ച് അറേഞ്ച്മെന്റ് ഡു ദ മാഗ്നറ്റ്സ് റിപ്പൽ ഈച്ച് അതർ? റിപ്പൽഷൻ സംഭവിക്കുന്നത് ഫിഗർ എക്സിലാണ് കേട്ടോ, ഫസ്റ്റ് ഫിഗറിലാണ്. ബി. എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോപ്പർട്ടി ഓഫ് മാഗ്നറ്റിസം ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ മാഗ്ലേവ് ട്രെയിൻസ് ഫോർ റെഡ്യൂസിങ് എനർജി ലോസ് ആൻഡ് നോയ്സ് പൊല്യൂഷൻ. ഓർ 4B ആണ്. ഫിഗർ ഇലസ്ട്രേറ്റ്സ് എ മെത്തേഡ് ടു മാഗ്നറ്റൈസ് എ ഓക്സോ ബ്ലേഡ്. A. Write the poles at P and Q of the oxo blade. B. Even a very small piece of this oxo blade will have 2 magnetic poles. Write down your response to this statement. ഇനി 5Aയും 5Bയും ഉണ്ട്. 5A. Explain how lightning conductors protect buildings from lightning. ഇടിമിന്നലിൽ നിന്ന് എങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ്. ഓർ 5Bയുടെ A ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ടു പ്രൊട്ടക്ട് അവർസെൽസ് ഫ്രം ലൈറ്റ്നിങ്? നമുക്ക് ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം. ബി. Prepare a note on the first aid to be given to a person struck by lightning to present in your school assembly. അപ്പോൾ 5A 5B നമുക്ക് 3, 4, 5 ആണ് ഇനി നോക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റത്തെ എയുടെ ആൻസർ കറക്റ്റ് കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. 24 × 60 × 60 ഇതാ 86,400 സെക്കൻഡ്സ് കിട്ടും കേട്ടോ. ഇതാണ് ആൻസർ. ഇനി 3A അല്ല, 3B. SI യൂണിറ്റ്സ് ആർ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ്. അതർ യൂണിറ്റ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദം. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ, cannot be derived from other units. They are accepted globally. They do not change with time. They are defined precisely to ensure consistency in measurements. ഇനി 4A ആണ്. 4A നമ്മൾ മാഗ്നറ്റിൻ്റെ കേസിൽ ആദ്യത്തെ ഫിഗറാണ് കറക്റ്റ് കേട്ടോ. എക്സും വൈ തന്നിട്ട് 2 ഫിഗർ തന്നിട്ടുണ്ട് മാഗ്നറ്റിൻ്റെ. അതിൽ എക്സ് എന്നുള്ള ഫിഗറാണ് കറക്റ്റ്. 4Aയുടെ ബി ക്വസ്റ്റ്യൻ ആൻസർ. ദ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഓഫ് മാഗ്നറ്റ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബി മൈൻ. അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഓഫ് ദ മാഗ്നറ്റ് ഓൺ ദ സൈഡ്സ് ആണ്. ഇതിൽ സൈഡ്സ് കഴിഞ്ഞാൽ ഇത് വേണ്ട കേട്ടോ. Sides on the rails allow the train to stay aloft and move forward without touching the rails. Since the rails and the train can move without touching each other, they can travel at high speeds without energy loss and noise pollution due to friction. ഇനി 4Bയുടെ ആൻസർ. 4ന് ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ബി, അതിൻ്റെ എ ആൻസർ ആണ്. നമുക്ക് P എന്നുള്ളത് നോർത്ത് പോളാണ്, Q എന്ന് സൗത്ത് പോളാണ്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ദ അസേർഷൻ ഈസ് ട്രൂ. Every magnet, however small, has 2 poles. A magnet with only 1 pole does not exist. അപ്പോൾ 4B 4A 3 ഇത്രയായി. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5Aയും 5Bയും ഉണ്ട്. 5A. ഡ്യൂ ടു വേരിയസ് എയർ കറൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജസ് അക്യുമുലേറ്റ് ഇൻ ക്ലൗഡ്സ്. അറ്റ് ദി പോയിന്റഡ് ടിപ്സ് ഓഫ് ദ ലൈറ്റ്നിങ് കണ്ടക്ടർ, ചാർജസ് ഓപ്പോസിറ്റ് ടു ദോസ് ഇൻ ദ ക്ലൗഡ്സ് ആർ ഇൻഡ്യൂസ്ഡ്. ദ ലൈറ്റ്നിങ് കണ്ടക്ടർ പ്രൊവൈഡ്സ് എ സേഫ് പാത്ത് ഫോർ ദ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ലൈറ്റ്നിങ് ടു ഫ്ലോ ഇൻ ടു ദി എർത്ത് സേഫ്ലി.
അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് 5B. അതിൽ എ ആണ്, ഡു നോട്ട് ടേക്ക് ഷെൽട്ടർ അണ്ടർ ടോൾ ഓർ ഐസൊലേറ്റഡ് ട്രീസ് ഡ്യൂറിംഗ് ലൈറ്റ്നിങ്. ഡു നോട്ട് ട്രൈ ടു ഓപ്പറേറ്റ് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഡ്യൂറിംഗ് ലൈറ്റ്നിങ്. ഇനി അതിൽ ഇത് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ. 5Bയുടെ ബി. എ പേഴ്സൺ സ്ട്രക്ക് ബൈ ലൈറ്റ്നിങ് ഷുഡ് ബി ലേഡ് ഫ്ലാറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് പ്ലേസ്. റബ് ദ എൻറ്റയർ ബോഡി ടു പ്രൊവൈഡ് വാംത്ത്. ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. പ്രസ് ദ ചെസ്റ്റ് ഫേംലി അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ 5A ആയി, 5B ആയി. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഈ ഫിഗറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ദ ഫിഗർ ഷോസ് എ കോൺക്രീറ്റ് ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 100 Newton placed on sand in two different ways. When the block is placed horizontally on sand, the area of the block in contact with the sand is 1 meter square. When placed vertically, its area of contact is 0.25. Which block exerted more pressure on the sand? Justify your answer. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ പ്രഷർ കാണാനുള്ള ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ആണെങ്കിൽ 100/100 ആണ്, അപ്പോൾ 100 തന്നെ വരും. ഇനി നമുക്ക് വെൻ പ്ലേസ്ഡ് വെർട്ടിക്കലി ആണെങ്കിൽ 100/0.25, അപ്പോൾ 400 പാസ്കൽ വരും. ദെൻ ഹൊറിസോണ്ടലി 100ഉം വെർട്ടിക്കലി 400ഉമാണ്. അപ്പോൾ ഗ്രേറ്റർ പ്രഷർ എങ്ങനെയാണ്? വെർട്ടിക്കലി പ്ലേസ് ചെയ്യുമ്പോഴാണ് ഗ്രേറ്റർ പ്രഷർ വരുന്നത്. ഇനി 7th, എ കാർ കവേർഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 90 meter in 6 seconds. എ ബസ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 120 kilometer in 2 hours. വിച്ച് വെഹിക്കിൾ ട്രാവൽഡ് ഫാസ്റ്റർ? അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. കാറും ബസ്സും കാണണം. സ്പീഡ് കാണാനുള്ള ഫോർമുല ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് 90ഉം ടൈം 6 സെക്കൻഡും. 90/6 ചെയ്യുമ്പോൾ 15 meter/second കിട്ടും. ഇനി ബസ്സാണെങ്കിൽ സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയാണ്, 120/2 hours. അവേഴ്സും കിലോമീറ്ററിലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ meter/secondലേക്ക് ഇതിനെ മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ 16.67 meter/second വരും. ദ ബസ് ട്രാവൽസ് അറ്റ് എ ഹയർ സ്പീഡ്. ബസ്സാണ് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. ഇനി 8A 8B ആണ്. 8A സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജസ് റിമൈനിങ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് ബീങ് ഏബിൾ ടു ഫ്ലോ. A question, write down the methods that produce static electricity in objects. B, explain how static electricity is used in photocopier machines. ഇനി 8Aയുടെ ഉത്തരം ആദ്യം നോക്കാം നമുക്ക്. 8A അതിൽ A ആൻസർ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കോണ്ടാക്ട്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിൽ B, while taking a print, a distribution of positive charges in the shape of the letters to be photocopied formed on the surface of the drum. The toner gives negative charge to its particles. As the drum rotates, the toner particles stick to it. Thus, an image of the document appears on the surface of the drum. The paper to be photocopied is given a strong positive charge and is passed close to the drum. As a result, the toner particles sticking to the drum are attracted to the paper and the image gets imprinted on the paper. 8A കഴിഞ്ഞു. ഇനി 8B ആണ് കേട്ടോ. 8Bയിലെ A നമുക്ക് ഫിഗർ വരയ്ക്കാനാണ്. ഇതുപോലെയാണ് ഫിഗർ വരേണ്ടത് കേട്ടോ. 8Aയുടെ ഫിഗറാണ്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കാണിക്കുക. അതേപോലെ തന്നെ ഇതിൽ ഇവിടെ മാത്രം പോസിറ്റീവ് കാണിക്കുക, ബിയിൽ ആൻസർ. അപ്പോൾ ബിയിൽ വെൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് എബണൈറ്റ് റോഡ് ഇസ് കെപ്റ്റ് നിയർ ദ മെറ്റൽ സ്ഫിയർ ആൻഡ് ദ മെറ്റൽ സ്ഫിയർ ഈസ് എർത്തഡ്. ദ നെഗറ്റീവ് ചാർജ് പ്രസൻറ്റ് ഓൺ ദ മെറ്റൽ സ്ഫിയർ ഈസ് ലോസ്റ്റ് ഡ്യൂ ടു എർത്തിങ്. അപ്പോൾ 8Bയുടെ ഉത്തരമാണ് പറഞ്ഞത്. 8A കഴിഞ്ഞു, 8B കഴിഞ്ഞു. ഇനി 9ABC. 9Aയുടെ ഉത്തരമാണ് പറയുന്നത്. 9A, rubber suckers stick to smooth surfaces because when they are pressed against the surface, the air inside escapes and the pressure inside decreases. Since the atmospheric pressure outside is greater than the reduced pressure inside, the sucker sticks firmly to the surface. 9B, when heat is applied, the air molecules inside the balloon gain more kinetic energy and move faster. This increases the pressure exerted on the walls of the balloon. As the balloon is already well inflated, it cannot withstand this additional pressure and hence burst. ഇനി 9C, a compass helps to find direction. The earth has a magnetic field. The magnetic needle of the compass always points towards earth's magnetic poles. അത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ്. യൂസിങ് ദിസ്, നാവിഗേറ്റേഴ്സ് ക്യാൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ഡയറക്ഷൻ ആൻഡ് ട്രാവൽ അക്യുറേറ്റ്ലി. 9ABC കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫിസിക്സ് ആൻസർ കീ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കെമിസ്ട്രി ആൻസർ കീ നോക്കാം. അപ്പോൾ ഫിസിക്സിൻ്റെയാണ് ഇത്ര നേരം പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ് മുഴുവൻ കാണുന്നവർക്കാണ് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ ഉണ്ടെന്ന് അറിയുള്ളൂ. നിങ്ങൾ ഫിസിക്സ് മാത്രം കണ്ടിട്ട് ബാക്കിയില്ല എന്ന് പറയരുത്, അല്ലെങ്കിൽ കെമിസ്ട്രി മാത്രം കണ്ടിട്ട് ബാക്കിയില്ല എന്ന് കമൻറ്റ് ചെയ്യരുത്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. കെമിസ്ട്രി ആൻസർ കീ ആണ് ഇനി പറയുന്നത്. കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഇസ് ആൻ അക്വസ് സൊല്യൂഷൻ ക്യാൻ ടേൺ ദി കളർ ഓഫ് റെഡ് ലിറ്റ്മസ് പേപ്പർ ടു ബ്ലൂ. റെഡിനെ ബ്ലൂ ആക്കുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ്. 2, സം ക്യാരക്ടറിസ്റ്റിക് മെറ്റൽസ് ആർ ഗിവൺ. അപ്പോൾ നമുക്കത് മാച്ച് ചെയ്യണം. ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി സിൽവർ ആണ്. സോഫ്റ്റ് മെറ്റൽ ലിഥിയം.
മെറ്റൽ വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഗാലിയം. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് കേട്ടോ, ഓപ്ഷൻ സി. അടുത്ത 3, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ 4A 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 4B 2 ക്വസ്റ്റ്യൻ. അപ്പം 4A എന്താ? റൈറ്റ് എനി 1 ഇൻസ്റ്റൻസ് വിത്ത് ദ ഡക്ടിലിറ്റി ഓഫ് മെറ്റൽസ് ഈസ് യൂട്ടിലൈസ്ഡ്. B, വാട്ട് ഈസ് ദ റീസൺ ഫോർ യൂസിങ് മെറ്റൽസ് ടു മേക്ക് ഐറ്റംസ് ലൈക്ക് ആംഗ്ലറ്റ്സ് ആൻഡ് ഇലത്താളം സിമ്പിൾസ് ആണ് കേട്ടോ. ഓർ 4B, give an example from daily life that utilizes the high thermal conductivity of metals. B, why aluminum foil is used to wrap tablets and food items. അപ്പം നമുക്ക് നോക്കാം 3, 4. 3ൻ്റെ ആൻസർ ആണ് they do not show metallic luster and have low thermal or electrical conductivity. 4A, അതിൽ A ആൻസർ gold is used for making ornaments. അതിൽ B ആണ് due to its sonority, പ്രോപ്പർട്ടി ഓഫ് പ്രൊഡ്യൂസിങ് സൗണ്ട് ആണ് കേട്ടോ. ഇനി 4ന് തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, 4B. അതിൽ A ക്വസ്റ്റ്യൻ ആണ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് യൂട്ടൻസിൽസ്. B, ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് എയർ, മോയ്സ്ചർ ആൻഡ് ലൈറ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുക, സബ് ക്വസ്റ്റ്യനുകൾ നോക്കുക, എല്ലാത്തിനും നമ്പറുകളും ലെറ്ററുകളും ഇട്ടിട്ടുണ്ട് ഇതിൽ. അത് വെച്ചിട്ട് വേണം കേട്ടോ ആൻസർ മാത്രം പറയുമ്പോൾ അത് നോട്ട് ചെയ്യാൻ. അപ്പം 3, 4A, 4B കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 5, carbon dioxide reacts with water in the presence of sunlight to produce glucose and oxygen. A, what are the reactants in this chemical reaction? B, what is the energy change in the chemical reaction? 6, write the gas produced when each of the given substances react with dilute hydrochloric acid. A, zinc pieces ആണ്. B, sodium carbonate. ഇനി നമുക്ക് 7, കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. സോഡിയത്തിൻ്റെ അയണിൻ്റെ സിമ്പലും ലാറ്റിൻ നെയിമും എഴുതണം. അപ്പോൾ സോഡിയം നിങ്ങൾക്ക് അറിയാലോ Na ആയിരിക്കും, അയൺ Fe ആണ്. പിന്നെ അയണിൻ്റെ എന്താ ഫെറം എന്നാണ് ലാറ്റിൻ നെയിം വരിക, സോഡിയം നാട്രിയം ആണ്. നമുക്കത് ആൻസർ കീയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. പിന്നെ 8A, ദ pH values of some solutions are given below. അപ്പോൾ pH വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. വിച്ച് സൊല്യൂഷൻ എമംഗ് ദീസ് ഹാസ് ദ ഹയസ്റ്റ് അസിഡിക് നേച്ചർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ 7ൽ കുറവാണെങ്കിൽ ആസിഡിക്കും 7ൽ കൂടുതലാണെങ്കിൽ ആൽക്കലി ആണ്, ബേസിക്കും ആയിരിക്കും. അപ്പോൾ ഇതിൽ 7ൽ കുറവെന്ന് പറയുമ്പോൾ സൊല്യൂഷൻ A ആണ് ഇവിടെ അസിഡിക് നേച്ചർ ഏറ്റവും കൂടുതൽ കാട്ടുക കേട്ടോ. അപ്പോൾ സൊല്യൂഷൻ A എന്ന് എഴുതിയാൽ മതി ഇവിടെ. ഇനി ഐഡൻറ്റിഫൈ വിച്ച് സൊല്യൂഷൻ എമംഗ് ദീസ് വിൽ നോട്ട് ചേഞ്ച് ദ കളർ ഓഫ് എനി ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ കളർ ചേഞ്ച് ആവാത്തത് ഏതിലാ ചോദിച്ചു കഴിഞ്ഞാൽ അത് സൊല്യൂഷൻ സിയിലായിരിക്കും. അതിൻ്റെ ആൻസർ പറയാം. ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, കൺസിഡർ ദി ഗിവൺ സൊല്യൂഷൻ ആൻഡ് pH വാല്യൂസ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ 1, 2, 3, 4 ഉണ്ട്. വിച്ച് എമംഗ് ദീസ് ഇസ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് എ നോൺ മെറ്റൽ ഓക്സൈഡ്. വിച്ച് സൊല്യൂഷൻ എമംഗ് ഗിവൺ ഷോസ് ദ ഹയസ്റ്റ് ബേസിക് നേച്ചർ. അപ്പോൾ നമുക്ക് 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. 5A, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. 5B, ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇനി 6Aയുടെ ആൻസർ ഹൈഡ്രജൻ, 6B കാർബൺ ഡൈ ഓക്സൈഡ്. 7A, സോഡിയത്തിൻ്റെ നാട്രിയം ആണ് കേട്ടോ, Na. അപ്പോൾ അത് അതിൻ്റെ നേരെ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ, നാട്രിയം ആണ്. ഇത് നമ്മുടെ അയണിൻ്റെ പറഞ്ഞതാണ് കേട്ടോ, ഫെറം. നിങ്ങൾ ആ ബോക്സിൽ ഫില്ല് ചെയ്യുമ്പോൾ നേരെ എഴുതാം നിങ്ങൾക്ക്, അത്രയേ ഉള്ളൂ. ഇനി 8A എന്ന് പറയുന്നത് A ക്വസ്റ്റിൻ്റെ ആൻസർ സൊല്യൂഷൻ A ആണ്. ഞാൻ പറഞ്ഞ പോലെ സൊല്യൂഷൻ A ആണ്. ബിയുടെ ആൻസർ സൊല്യൂഷൻ C ആണ്. 8B ആദ്യത്തെ ആൻസർ വരുന്നത് സൊല്യൂഷൻ A ആണ് കേട്ടോ. 8Bയുടെ Aയുടെ ആൻസർ ആണ് സൊല്യൂഷൻ 4 ആണ് കേട്ടോ. സൊല്യൂഷൻ 4ഉം സൊല്യൂഷൻ 1ഉം. അതായത് ഇതിൽ വരുമ്പോൾ ഫസ്റ്റത്തെ സൊല്യൂഷൻ 4 ആണ്. പിന്നെ ബേസിക് നേച്ചർ ഏറ്റവും കാട്ടുന്നത് ഏതായിരിക്കും? സൊല്യൂഷൻ 1 ആയിരിക്കും. ഓക്കെ, പറഞ്ഞത് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. എയും ബിയും ആൻസേഴ്സ് എല്ലാം സബ് ക്വസ്റ്റ്യൻ നമ്പേഴ്സും എല്ലാം കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് 9, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട്സ് മെൻഷൻ ബിലോ ബേസ്ഡ് ഓൺ ദ ഹിൻസ്. A, the gas that turns litmus lime water milky. B, the chemical substance known as caustic soda. C, the white precipitate formed when silver nitrate solution is added to sodium chloride solution. അപ്പോൾ 9Aയുടെ ആൻസർ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2. 9B സോഡിയം ഹൈഡ്രോക്സൈഡ്, NaOH. 9C സിൽവർ ക്ലോറൈഡ്, AgCl. ഓക്കെ, ഇനി നോക്കൂ 10ാമത്തെ റൈറ്റ് ദ റീസൺ ആണ്. 10A, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ കെറോസിൻ. B, we use stainless steel vessels more often than iron vessels. C, gold ornaments do not lose their luster even when exposed to air. 10Aയുടെ 3 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം.
ഓർ 10B ആണ് സജസ്റ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് മെറ്റൽസ്. ബി അയൺ ഒബ്ജക്ട്സ് യൂഷ്വലി റസ്റ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ ആൻഡ് എയർ. റൈറ്റ് എനി അതർ ഫാക്ടർ വിച്ച് ആക്സിലറേറ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ. 10Aയും Bയും പറയാം. 10Aയുടെ എ ക്വസ്റ്റിന് ആൻസർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ റിയാക്ടിവിറ്റി. ബിയുടെ ആൻസർ അയൺ റിയാക്ട്സ് വിത്ത് ഫുഡ് സബ്സ്റ്റൻസസ് ടു ഫോം അതർ കെമിക്കൽ പ്രോഡക്ട്സ്. സിയുടെ ആൻസർ ഗോൾഡ് ഡസ് നോട്ട് കെമിക്കലി റിയാക്ട് വിത്ത് എയർ. സർഫസ് കോട്ടിംഗ്, അപ്ലൈ പെയിൻറ്റ്, ഗ്രീസ് ഓർ ഓയിൽ ടു ദ മെറ്റൽ. 10B എന്താ? 10 ഇത് ആക്ച്വലി ഇതിൻ്റെ കൂടെ എഴുതേണ്ടതല്ല. സർഫസ് കോട്ടിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ഷൻ അധികം നടക്കില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് കൊടുത്തതാട്ടോ. ഇനി 10Bയുടെ എയുടെ ആൻസർ പ്രിവെൻറ്റ് ദ സർഫസ് കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ. ഈ സർഫസ് കോട്ടിംഗ് എന്നുള്ളത് ഇതിൻ്റെ ആൻസറാണ്, മാറിക്കൊടുത്തതാണ്, സോറി. ഇതിൽ കൊടുക്കുക കേട്ടോ. സർഫസ് കോട്ടിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. സർഫസ് കോട്ടിംഗ് അപ്ലൈ പെയിൻ, ഗ്രീസ് ഓർ ഓയിൽ ടു ദ മെറ്റൽ. നമുക്ക് അപ്പോൾ എന്ത് ചെയ്യില്ല, തുരുമ്പിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്ലൈ പെയിൻറ്റ്, ഗ്രീസ്. അപ്പോൾ നിങ്ങൾ ആ മേലെ എഴുതിക്കുന്നത് താഴെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. എനിക്കിങ്ങനെ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ. 10Bയുടെ എയുടെ ആൻസർ പ്രിവെൻറ്റ് ദ സർഫസ് കോണ്ടാക്ട് വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ, അലോയിങ് കൺവേർട്ട് ദ മെറ്റൽ ഇൻ ടു അലോയ് സച്ച് എസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടു എൻഹാൻസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. 10Bയിൽ ബി ആൻസർ വരുന്നത് കെമിക്കൽ എൻവയോൺമെൻറ്റ്സ് കണ്ടെയ്നിങ് അസിഡിക് സബ്സ്റ്റൻസസ് സ്പീഡ് അപ്പ് ദി ഓക്സിഡേഷൻ ഓഫ് അയൺ. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയും കഴിഞ്ഞു. കെമിസ്ട്രിയുടെ നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ബയോളജി ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബയോളജിയിൽ ആദ്യം തന്നെ മാച്ച് ദി കോളംസ് ആണ്. നമുക്ക് പി വരുന്നത് റുഡോൾഫ് വിർഷോ. എന്താണ്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ MG ഷ്ലീഡൻ. ക്യൂ എന്താ? 3 ആണ്. പ്ലാന്റ് സെൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞു. റോബർട്ട് ഹുക്ക് സെല്ല് ഡിസ്കവർ ചെയ്തു. തിയോഡർ ഷ്വാൻ അയാളാണ് അനിമൽ സെല്ലെല്ലാം കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്നാണ് പറഞ്ഞത്. അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞത്. അപ്പോൾ സി ആണ് ഓപ്ഷൻ സി ആൻസർ. 2 ഓപ്ഷൻ ബി ആണ് ആൻസർ. 1 and 3 ആർ കറക്റ്റ്, 2 ഈസ് ഇൻകറക്റ്റ്. 2ൻ്റെ ആൻസർ. 3 ലൈക്കൻസ് ആർ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ഓഫ് സിംബയോസിസ് ഇൻ ദ നേച്ചർ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? 4 എയും ബിയും ഉണ്ട്. ഫഞ്ചി ആർ നോൺ ആസ് സാപ്രോഫൈറ്റ്സ്. അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺസ്. ബി ഫഞ്ചി ആർ കൺസിഡർഡ് ബോത്ത് പാത്തോജനിക് ആൻഡ് ബെനിഫിഷ്യൽ. ഈസ് ദി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? എക്സ്പ്ലൈൻ. ഇനി 5 എക്സ്പ്ലൈൻ ദി change in the complexity of eukaryotic cells when they evolved from prokaryotic cells. 6ന് 6Aയും 6Bയും ഉണ്ട്. 6A എന്താ? Wolffia, Azolla and Salvinia have simple body structures, but Wolffia is included in a different family. Explain why. Or 6Bയുടെ ആണ്. Although racial differences are evident among humans, all humans are included in the species sapiens. Give reason. അപ്പം 3, 4, 5, 6 ആണ് ഇനി പറയാൻ പോകുന്നത് ഉത്തരങ്ങൾ. മൂന്നാമത്തതിന് ആൻസർ ആണ് എഗ്രി ആണ്. ലൈക്കൻസ് ഇസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗ, ഫംഗസ്, സൈനോബാക്ടീരിയ. ഓക്കെ, അപ്പോൾ സൈനോബാക്ടീരിയ ആണ് ഫംഗസ് വരുന്നത്. അപ്പോൾ ആൽഗെ ഫംഗസ് അല്ലെങ്കിൽ സൈനോബാക്ടീരിയ ഫംഗസ്. ഫംഗസ് പ്രൊവൈഡ് സ്ട്രക്ചർ ആൻഡ് പ്രൊട്ടക്ഷൻ വൈൽ ദ ആൽഗെ ഓർ സൈനോബാക്ടീരിയ പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ബോത്ത് ഓർഗാനിസംസ്. 4A since fungi do not have chlorophyll, they cannot perform photosynthesis. They absorb nutrients from dead and decaying matter. അപ്പോൾ അടുത്തത് വരുന്നത് 4B.
4B എന്താ? Some mushrooms are edibles. Yeast is used in baking and preparation of wine and alcohol. A few fungi cause diseases such as candidiasis and ringworm. 5Aയുടെ ആൻസർ ആണ്. A clear envelope formed around the nucleus and organelles became more. 5A കഴിഞ്ഞു. ഇനി നമുക്ക് 6A 6B ഉണ്ട് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ആണ് 6Aക്ക് വരുന്നത്. 6Aയുടെ ആൻസർ എന്താ? Although they may seem similar in some ways, Wolffius genetic and evolutionary relationships are distinct. ഇനി or 6B വരുന്നുണ്ട്. Although humans show differences among them, all humans share a common ancestor. ഇനി നമുക്ക് 7A 7B ആണ് കേട്ടോ. 7A എന്താ പറയുന്നത്? Compound microscope can be used to see objects with greater clarity than a simple microscope. Why? B. Compound microscope is not sufficient to understand the structure of cell organelles. Do you agree with the statement? Evaluate. ഇനി 7 ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 7B. അതിൽ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ. A question, name the special kind of cells that can develop into different plant tissues. B, write the features of those special cells referred in the above statement. അപ്പോൾ 7A 7B then 8 എന്താ? നമുക്ക് ഫെർട്ടിലൈസേഴ്സ് തന്നിട്ട് അതിൽ 1 2 3 കോളംസ് ഫിൽ ചെയ്യാനുണ്ട്. അതിൽ A question, identify 1 and explain the reason why they are non so. B, identify 2 and 3. അത്രയുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആദ്യം 7A 7B 8 നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, 7Aയുടെ ആൻസർ ആണ് പറയുന്നത്. അതിൽ A question, a compound microscope has more than one lens. B, organelles are smaller than those that can be seen through a compound microscope with a magnification of 1000 times. ഇനി or question ആണ് 7B. Aയുടെ ആൻസർ meristematic cells. B, comparatively the meristematic cells have abundant cytoplasm, large nucleus but thin cell wall and are capable of continuous division. 8ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് പറയുന്നത്. 8A ആദ്യത്തെ കോളം ഫിൽ ചെയ്യേണ്ടത് ബയോ ഫെർട്ടിലൈസർ ആണ്. ദീസ് ആർ നൈട്രജൻ ഓർ ഫോസ്ഫറസ് ഫിക്സിംഗ് മൈക്രോ ഓർഗാനിസം. ബി എന്താ? 2 3 അല്ലേ. 2 3 എന്തൊക്കെയാ? നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം ഫോസ്ഫേറ്റ് സൾഫേറ്റ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, 2 3 ആണ് കേട്ടോ. ഇപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞു 2 3 ആണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ റീസണും പറഞ്ഞു നമ്മൾ. ഓക്കെ, 1 ബയോ ഫെർട്ടിലൈസർ ആണ് നമ്മൾ മാർക്ക് ചെയ്തത്. ദെൻ അതിൻ്റെ റീസൺ ആണ് പറഞ്ഞത്. 2 3 2 നാനോ യൂറിയ, 3 നാനോ ഫോസ്ഫേറ്റ്, നാനോ മെഗ്നീഷ്യം സൾഫേറ്റും നമുക്ക് എഴുതാം. 2 3 കേട്ടോ. നെക്സ്റ്റ് നമുക്ക് 9ാമത്തതിൻ്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നില്ല. 9Aയുടെ ആൻസർ പറയാം. കോർഡേറ്റ, പ്രസൻസ് ഓഫ് വെർട്ടബ്രേ ആൻഡ് വെർട്ടബ്രൽ കോളം. 9B, a species is a group of organisms that can naturally reproduce fertile offspring. Only tiger cubs can be born from a tiger and so can leopards. ഇനി നമുക്ക് 10A 10B ഉണ്ട്. 10A നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പ്ലാന്റ് സെല്ലിൻ്റെ ഡയഗ്രാം ആണ്. ഐഡൻറ്റിഫൈ P ആൻഡ് Q എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് PQ 6 ഉണ്ട്, പക്ഷെ നമുക്ക് Pയുടെയും Qൻ്റെയും പേര് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. Bയുടെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ പാർട്ട് ലേബിൾഡ് as Q ആണ്. ഇപ്പോൾ Q ലേബൽ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ വൈ സെൽ മെംബ്രെയിൻ ഈസ് നോൺ എസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ABC നമുക്ക് ആദ്യം നോക്കാം. 10A ആണ് കേട്ടോ. 10Aയുടെ P എന്ന് പറയുന്നത് ഗോൾജി ബോഡീസ് ആണ്. Q മൈറ്റോകോൺഡ്രിയ. 10Aയുടെ B ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എഴുതാനാണ്. പ്രൊഡ്യൂസ്, സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എനർജി ഫ്രം ഗ്ലൂക്കോസ്. ഇനി C ആണ്. C എന്താ? C, the plasma membrane does not allow all substances to pass through. Next or 10B ആണ്. നമുക്ക് 10B ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. 10Bയിൽ സിമ്പിൾ ടിഷ്യൂസ് കൊടുത്തിട്ടുണ്ട്. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമയാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ, റൈറ്റ് ദർ ഫങ്ഷൻസ്. അപ്പോൾ അതിൻ്റെ എക്സും വൈ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫംഗ്ഷൻ എഴുതണം. B, Z gives strength and support to the plant parts. What characteristics of this tissue help with that? Then C, which are the complex tissues in plants? How do complex tissues differ from simple tissues? നമുക്ക് എഴുതണം. അപ്പോൾ നമുക്ക് 10Bയുടെ A ക്വസ്റ്റ്യനിൽ എക്സ് ആദ്യത്തെ ഫിഗർ കോളൻ കൈമ മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് പ്ലാന്റ് പാർട്സ്.
വൈ പാരൻകൈമ പെർഫോംസ് ഫോട്ടോസിന്തസിസ് ആൻഡ് ഫുഡ് സ്റ്റോറേജ്. ഇനി ബി ഇൻ സ്ക്ലീറൻകൈമ ദി സെൽസ് ആർ തിക്ക് വാൾസ് ഓൺ ഓൾ സൈഡ്സ്. ഇനി സിയുടെ ആൻസർ സൈലം ആൻഡ് ഫ്ലോയം ആണ്. സിമ്പിൾ ടിഷ്യൂസ് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിക്കൽ സെൽസ്, കോംപ്ലക്സ് ടിഷ്യൂസ് കണ്ടെയ്ൻ സെൽസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഷേപ്സ്. അപ്പോൾ ഇത്രയാണ് വരിക. എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ലൈക്കിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.